കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സർവീസിൽ നിന്ന് വിരമിച്ച നഴ്സുമാരുടെ സംഗമം സംഘടിപ്പിച്ചു. സ്മൃതിപഥം 2025 എന്ന പേരിൽ കണ്ണൂർ IMA ഹാളിൽ നടന്ന സംഗമം മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഉദാത്ത മാതൃകയാണ് നഴ്സുമാരുടെ ജീവിതമെന്ന് TV രാജേഷ് പറഞ്ഞു. വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറക്കാനാകാത്ത വൈകാരികമായ അനുഭവങ്ങളും ഒട്ടും ചോരാതെ അവതരിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന ഒറ്റ വായനയിൽ തന്നെ നമുക്ക് വായിച്ചു തീർക്കാവുന്ന ഒരു നോവലാണ്. ഞാനിതിവിടെ പറയാൻ കാരണം, നേരത്തെ സ്വാഗതപ്രാസംഗികൻ സനീഷ്, അതുപോലെ തന്നെ അധ്യക്ഷയായിട്ടുള്ള സിനയും നേരത്തെയുള്ള നേഴ്സുമാരുടെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിട്ട്, ഇന്നിപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ടൗണിലാണെങ്കിൽ കുട്ടികളെ ആക്കാൻ കർഷകരുണ്ട്, നാട്ടിൻപുറത്താണെങ്കിൽ നഴ്സറി ഉണ്ട്, അംഗൻവാടികളുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടേറെ സൗകര്യങ്ങൾ ഇന്നും നമുക്കുണ്ട്. എന്നാൽ ഒരു 60കളിലും 70കളിലും ഒക്കെ നേഴ്സായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കേണ്ടി വന്നവരുടെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ. ഒരേ സമയം ജോലിയിൽ ആത്മാർത്ഥത പുലർത്തണം, കുടുംബത്തോടും ആത്മാർത്ഥത പുലർത്തണം. ഇതിലുണ്ടാകുന്ന ഒരുപാട് പൊരുത്തക്കേടുകൾ, ആ പൊരുത്തക്കേടുകളൊക്കെ ആരെയും അറിയിക്കാതെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഒരു നേഴ്സിന് നിർവഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വളരെയേറെ മുന്നേറിയിട്ടുണ്ടെങ്കിലും നമുക്കറിയാൻ പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇത്രയേറെ യാത്രാ സൗകര്യങ്ങളും അതുപോലെ തന്നെ വാർത്താ വിനിമയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് വീട് വിട്ട് രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ വളരെ സങ്കീർണമായ ഒരു ജോലി ഏറ്റെടുക്കേണ്ടി വന്ന നമ്മുടെ തലമുറയിലെ ഏറ്റവും മുതിർന്ന നഴ്സിംഗ് സഹോദരങ്ങളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന് അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് PR സീന അധ്യക്ഷത വഹിച്ചു. സംഘടനാ ഭാരവാഹികളായ സനീഷ് T തോമസ്, KV പുഷ്പജ, S ദീപു, P മഹേശൻ, TV ദീപ, മുൻ ഭാരവാഹികളായ OS മോളി, ഡോക്ടർ പവിത്രൻ രേരോത്ത്, TV മേരിക്കുട്ടി, VK ഹരിദാസ്, PM നാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സിനിമാ പിന്നണി ഗായകൻ ഷൈജു പള്ളിപ്പുറത്തിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാനമേള നടന്നു.